ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BSc മലയാളത്തിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എടുക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം ക്ലാസ്സൊക്കെ കേട്ടോളൂ കേട്ടോ. അപ്പം മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കവിതാ വിഭാഗത്തിൻ്റെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ കവിതകളാണ് ഇതിൽ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള കവിത കല്യാണ സൗഗന്ധികം എന്നൊരു തുള്ളൽ കവിതയാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുമായിരിക്കും. കുഞ്ചൻ നമ്പ്യാരാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം തുള്ളൽ കവിത ആവുമ്പോൾ തന്നെ അത് എഴുതുക കുഞ്ചൻ നമ്പ്യാരായിരിക്കും. എന്തുകൊണ്ടാണ് തുള്ളൽ കവിത രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറയാൻ കാരണം കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്രകാരം പറയുന്നത്. കല്യാണ സൗഗന്ധികം എന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ കവിത എടുത്തിരിക്കുന്നത് ശീതങ്കൻ തുള്ളൽ നിന്നാണ്. നമുക്കറിയാലോ, തുള്ളൽ എന്ന് പറയുന്നത് 3 വിധത്തിലാണുള്ളത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അതിൽ ശീതങ്കൻ തുള്ളൽ നിന്നാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന കവിത എടുത്തിരിക്കുന്നത്. ചടുലതയാർന്ന ചൊൽ വടിവിനിണങ്ങുന്ന വൃത്തങ്ങളാണ് തുള്ളൽ കൃതികളുടെ സംവിധാനം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഭാഷാവൃത്തങ്ങളും കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളൽ കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ ഒരു കല്യാണ സൗഗന്ധികം എന്ന ഈ കവിതയിൽ പ്രധാനമായിട്ടും 6 വൃത്തങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വക്രം, കാകളി, അജഗരഗമനം, കൃശമധ്യ, അർദ്ധകേക, പര്യസ്ത കാഞ്ചി എന്നിവയാണ്. അപ്പോൾ ഈ വൃത്തങ്ങളുടെയൊക്കെ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ ഞാൻ നോട്ടായിട്ട് നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് അത് നോക്കിയാൽ മതി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കവിതയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതിലെ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഈ ഒരു കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് സൗഗന്ധികാഹരണമാണ്. അതായത് പാണ്ഡവന്മാർ വനവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് കാറ്റിൽ പറന്നു വന്ന് മുന്നിൽ വീണ ഒരു പുഷ്പം പാഞ്ചാലിക്ക് ലഭിച്ചു. ഇത്തരം അനേകം പുഷ്പങ്ങൾ ലഭിക്കണമെന്ന് പാഞ്ചാലി ആശിക്കുകയാണ്. അവിടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കം നാസ്തിയാം നിന്റെ കടുപ്പം, കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോടു കടക്കണ്ണും ചുവത്തിക്കൊണ്ടടുക്കും വിക്രമി, പല്ലും കടിക്കും വല്ലികൾ തല്ലിയൊടിക്കും പർവ്വതം തല്ലിപ്പൊടിക്കും, പാദപങ്ങൾ കിട്ടിടിക്കും വല്ലതും ചൊല്ലിച്ചൊടിക്കുന്നതെന്തിനു ഭീമ, നടപ്പാൻ ശക്തിയില്ലാഞ്ഞു കിടപ്പായി നമുക്കിപ്പോൾ, വാലിതങ്ങോട്ടേക്കെടുപ്പാൻ സാധ്യമല്ലേതും. ഇവിടെ ഭീമനും ഹനുമാനും തമ്മിലുള്ളൊരു സംവാദമാണ് സന്ദർഭം. കാട്ടിൽ കിടക്കുന്ന ഒരു കുരങ്ങനോട്, നിന്റെ മിടുക്കും വീര്യവും ഒന്നും വേണ്ട ഭീമ, കാട്ടിലെ വള്ളികളൊക്കെ തല്ലിക്കൊഴിക്കുകയും പർവ്വതം തല്ലിപ്പൊടിക്കുകയും മരങ്ങളെ ഇടിക്കുകയും ചെയ്യുന്ന താങ്കൾ എന്തിനാണ് എൻ്റെ നേരെ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. നടക്കാൻ പോലും ശക്തിയില്ലാതെ കിടപ്പിലാണ് ഞാൻ. അനങ്ങാതെ എൻ്റെ വാല് വഴിയിൽ നിന്നും മാറ്റിത്തരാൻ തീരെ നിർവാഹമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത വരികൾ, പൊടുക്കെന്നു ഭവാൻ ചാടിക്കടന്നാലും നടന്നാലും മടിക്കുന്നതെന്തിനു ഭീമ, മുടക്കുന്നില്ല ഞാൻ മാർഗം. പറഞ്ഞു ഭീമനും, നീ ഈ പറഞ്ഞ വാക്കുകളെല്ലാം കുറഞ്ഞൊരു കരുത്തുള്ളോർ പറഞ്ഞെങ്കിൽ അറിയിക്കാം. മുതുക്കന്മാർ പലവട്ടം അധിക്ഷേപങ്ങൾ ചെയ്താലും വിധിപ്പാനും ചിതം പോരാ, വധിച്ചാലും ചിതം പോരാ. കരുത്തൻ മറ്റൊരുത്തൻ വന്നുരത്തെങ്കിൽ കരത്തെ കൊണ്ടടിച്ചു കൈ പിടിച്ചു കാട്ടിലേക്കാക്കി ഗമിക്കും ഞാൻ. അതുമെല്ലാം ഇരിക്കട്ടെ, ഫലമില്ല മരിക്കാറായി കിടക്കുന്ന മരഞ്ചാടിക്കിഴവനെ എന്ന് പറഞ്ഞു ഭീമൻ. ഇവിടെ പറയുന്നത്, താങ്കൾക്ക് ഇത് ചാടിക്കടന്ന് നടന്നു പോകാമല്ലോ, അതിനെന്താണ് മടി? ഞാൻ താങ്കളുടെ വഴി മുടക്കുന്നില്ലല്ലോ എന്ന് ഹനുമാൻ ഭീമനോട് പറയുകയാണ്. അപ്പോൾ ഭീമൻ ഇങ്ങനെ തിരിച്ചു പറയുന്നു, നീയിപ്പോൾ എന്നോട് പറഞ്ഞത് അല്പം കരുത്തുള്ള മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആരാണെന്ന് എൻ്റെ ഗദ അറിയിക്കുമായിരുന്നു. പ്രായം ചെന്നവർ നമ്മെ അധിക്ഷേപിച്ചാലും കളിയാക്കിയാലും അവരെ വധിക്കുന്നത് അത്ര ഉചിതമല്ല എന്നതുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്. കരുത്തനായ മറ്റൊരുത്തൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അവനെ കൈകൊണ്ടടിച്ച് കാട്ടിലേക്ക് ഓടിക്കുമായിരുന്നു. ഇതിപ്പോൾ മരിക്കാറായി കിടക്കുന്ന ഒരു മരഞ്ചാടി കുരങ്ങനെ മരുത്തിൻ്റെ മകൻ വന്നു മരിപ്പിച്ചതെന്നു കേട്ടാൽ ചിരിക്കും സജ്ജനമെന്നു ധരിക്ക മർക്കടത്താനെ. കടന്നുപോകയോ പിന്നെ കടുപ്പമായി വരുമെൻ്റെ ഗുരുവാം അഞ്ജനാപുത്രൻ കരുത്തേറും കപിശ്രേഷ്ഠൻ. ജനിച്ചോരു കുലം തന്നിൽ ജനിച്ചോരു കുരങ്ങച്ച, നിനച്ചാൽ നിന്നെ ലംഘിച്ചാൽ എനിക്കു പാപമുണ്ടാകും. ഇവിടെ പറയുന്നത് മരഞ്ചാടി കുരങ്ങനെ വായുവിൻ്റെ മകൻ എന്ന് പറയുന്നത് ഭീമനാണ്.
ഭീമൻ കൊന്നു എന്ന് കേട്ടാൽ തന്നെ ധാർമ്മികളായ മനുഷ്യർ ചിരിക്കും. അതു നീ നന്നായി ഓർത്തോളൂ കുരങ്ങ. ഇനി നിന്നെ മറികടന്നു പോകാമെന്നാണെങ്കിൽ എൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമായ ഹനുമാൻ വന്നു പിറന്ന കുലത്തിലാണ് നീയുമുള്ളത് എന്നതുകൊണ്ട് അത് ഞാൻ ജ്യേഷ്ഠനോട് തന്നെ ചെയ്യുന്ന ധിക്കാരമായി മാറും. അതിനാൽ എനിക്ക് നിന്നെ മറികടന്നു പോകാനും സാധ്യമല്ല. അതു കേട്ടു ഹനുമാൻ ഉര ചെയ്തു കനിവോടെ, മതിയിൽ ശങ്കയുണ്ടെങ്കിലതു ചെയ്യണമെന്നില്ല. വഴി തന്നിൽ കിടക്കുന്ന വാലെടുത്തു മാറ്റിവച്ചു, വഴി പോലെ കടന്നാശുഗമിക്ക ഭീമസേന നീ. കരം കൊണ്ടു വാനരത്തെ തൊടുക നിന്നിതമെങ്കിൽ, കരം തന്നിലിരിക്കുന്ന ഗദ കൊണ്ടു മടിയാതെ, നെടുക്കം വാലെടുത്താശു പൊടുക്കെന്നു ദൂരെ നീക്കി, നടക്ക നീ മിടുക്ക വേർപെടുക്ക ദുർഘടമെല്ലാം. ഇതു കേട്ടിട്ട് ഹനുമാൻ കനിവോടുകൂടി ഭീമനോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറികടന്നു പോകണമെന്നില്ല. വഴിയിൽ കിടക്കുന്ന എൻ്റെ വാലെടുത്ത് മാറ്റി വെച്ച് നിനക്ക് പോകാമല്ലോ. കൈകൊണ്ട് ഒരു കുരങ്ങനെ തൊടുന്നത് ശരിയല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഗദ കൊണ്ട് വാലെടുത്തു പൊക്കി ദൂരെ വെച്ച് നടന്നു പോകാമല്ലോ. പറഞ്ഞു പാണ്ഡവനപ്പോൾ കുറഞ്ഞൊന്നു നിരൂപിച്ചു, മറിച്ചു നീക്കുമന്നേരം മുറിഞ്ഞു പോകയില്ലല്ലീ. മുറിയുന്നതെന്തടോ നിന്റെ ഗദയോ നമ്മുടെ വാലോ. അറിയാഞ്ഞിട്ടു ചോദിച്ചേ നരിശമുണ്ടാക വേണ്ട, കടുത്ത പർവ്വതം തല്ലിപ്പൊടിച്ചു ഭസ്മമാക്കുന്ന കടുത്ത മൽ ഗദാദണ്ഡം തടുത്ത വൈരികളില്ല. ഗദ കൊണ്ട് വാലു മാറ്റുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകില്ലല്ലോ എന്ന് അല്പം ശങ്കയോടുകൂടി തന്നെ ഭീമൻ ഹനുമാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എന്താണ് മുറിയുന്നത്, നിന്റെ ഗദയോ അതോ എൻ്റെ വാലോ എന്ന് ഹനുമാൻ തിരിച്ചു ചോദിച്ചു. അറിയാഞ്ഞിട്ട് ചോദിച്ചതാണ്, അതിന് ദേഷ്യപ്പെടേണ്ട എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയായി ഭീമൻ ഇങ്ങനെ പറയുകയാണ്, ഏറ്റവും ശക്തിയേറിയ പർവ്വതത്തെ പോലും തല്ലിപ്പൊടിക്കുന്ന എൻ്റെ ഗദകൾക്ക് വഴങ്ങാത്ത ഒരു ശത്രുവും എനിക്കില്ല എന്ന്. അടുത്ത വരികളിൽ കൊഴിഞ്ഞു രോമവും ഒട്ടു പൊഴിഞ്ഞു ഭൂമിയിൽ വീണു, ഇഴഞ്ഞു മേവിന നിന്റെ കിഴിഞ്ഞ വാലിനു ഭംഗം, ഭവിക്കുമെന്നതുകൊണ്ടു മടിക്കുന്നു മഹാഘോഷ, ചെവിക്കു പുത്തരിയായിട്ടുരയ്ക്കുന്ന ചില വസ്തു, ശ്രവിക്കുമ്പോൾ എനിക്കുള്ളിൽ ജ്വലിക്കും കോപമാം വഹ്നി, ദഹിക്കും നിന്നുടെ ദേഹം സഹിക്കാമോ നിനക്കിപ്പോൾ. അപ്പോൾ പറയുകയാണ്, എടാ പമ്പര വിഡ്ഢി, നിന്റെ വാലെടുത്ത് മാറ്റാൻ ഞാൻ മടിക്കുന്നത് എൻ്റെ ഗദ പൊട്ടുമെന്ന് പേടിച്ചിട്ടല്ല, രോമമൊക്കെ കൊഴിഞ്ഞ് ഭൂമിയിൽ ഇഴയുന്ന നിന്റെ ശോഷിച്ച വാലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നിന്റെ വായിൽ നിന്ന് വന്ന പോലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കോപത്തിൻ്റെ തീ ആളിക്കത്തും. അതിൽ നിന്റെ ദേഹം നശിച്ചു പോകും. അത് നിനക്ക് സഹിക്കാനാവുമോ എന്ന് ചോദിക്കുകയാണ് ഭീമൻ വാനരശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനോട്. ഇനി നമുക്ക് ഈ കവിതയുടെ പ്രധാന ആശയം എന്താണെന്ന് നോക്കാം. പാണ്ഡവന്മാര് വനവാസം ഏർപ്പെടുന്ന കാലത്ത് കാറ്റിൽ പറന്നു വന്ന് മുന്നിൽ വീണ ഒരു പുഷ്പം പാഞ്ചാലിക്ക് ലഭിച്ചു. അപ്പം അത്തരം അനേകം പുഷ്പങ്ങൾ ലഭിക്കണമെന്ന് ആശിക്കുന്നിടത്ത് കഥ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭീമസേനനോടാണ് പാഞ്ചാലി തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നത്. ഉടനടി കല്യാണ സൗഗന്ധികങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സൗഗന്ധിക പൊയ്കയിലേക്ക് ഭീമൻ പുറപ്പെടുകയാണ്. ഹനുമാൻ വസിക്കുന്ന കദളി വനം കടന്നു വേണം ഭീമന് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്. തൻ്റെ അനുജൻ കൂടിയായ ഭീമനെ ഹനുമാൻ പരീക്ഷിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ വാർദ്ധക്യവും അവശതയും നടിച്ച് വഴിയിൽ കിടക്കുന്ന ഹനുമാനോട് ഭീമൻ വഴിമാറാൻ ആജ്ഞാപിച്ചു. താൻ വഴിയിൽ നിന്ന് മാറില്ലെന്നും വഴി മാറിയോ മറികടന്നോ വാല് പൊക്കി വെച്ചോ പോകുകയെ നിവർത്തിയുള്ളൂ എന്നുമാണ് ഹനുമാന്റെ വാദം. ദീർഘനേരത്തെ വാക്കേറ്റത്തിനൊടുവിൽ ഭീമൻ ഹനുമാന്റെ വാല് ഗദ കൊണ്ട് ഉയർത്താൻ ശ്രമിച്ചു. ശക്തിമത്തനായ ഭീമൻ ആ ഉദ്യമത്തിൽ പരാജിതനാവുകയാണ്. സംശയഗ്രസ്തനായ ഭീമൻ തൻ്റെ മുന്നിലുള്ളത് കേവലം ഒരു കിഴങ്ങു കുരങ്ങനല്ലെന്നും സാക്ഷാൽ ഹനുമാനാണെന്നും തിരിച്ചറിയുകയാണ്. അങ്ങനെ ക്ഷമാപണം നടത്തുന്ന ഭീമനെ ഹനുമാൻ അനുഗ്രഹിച്ചു. ഹനുമാന്റെ ഉപദേശാനുസരണം ഭീമൻ സൗഗന്ധിക പൊയ്കയിൽ എത്തിച്ചേരുകയും രാക്ഷസന്മാരെ തോൽപ്പിച്ച് പുഷ്പങ്ങളുമായി പാഞ്ചാലിയുടെ സമീപത്തേക്ക് എത്തുന്നതുമാണ് ആശയമായി കൊടുത്തിരിക്കുന്നത്. ഇതാണ് കല്യാണ സൗഗന്ധികം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നോട്ട്സ് ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.